ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നിറ്റിൻ മേരി ജോസ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ ഓൾറെഡി LICയിൽ ഒരു പുതിയ പെൻഷൻ പ്ലാൻ, സ്മാർട്ട് പെൻഷൻ പ്ലാൻ അപ്ലോഡ് ചെയ്തിരുന്നു, ഫീച്ചേഴ്സ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പ്രീമിയം റേറ്റ് അല്ലെങ്കിൽ പെൻഷൻ റേറ്റ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഈ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു മന്ത്ലി ഒരു 50,000 രൂപ കിട്ടണമെങ്കിൽ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചിരുന്നു. പിന്നെ ചിലർ ചോദിക്കാറുണ്ട്, എനിക്ക് ഏറ്റവും പറ്റിയ ഓപ്ഷൻ ഏതാണ്. അതായത് എല്ലാ ഓപ്ഷനും നല്ലതാണ്, പക്ഷെ ഓരോരുത്തർക്ക് ഓരോ ഓപ്ഷനായിരിക്കും അവരവരുടെ ആവശ്യം അനുസരിച്ച് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരുടെയും ആവശ്യം എന്താണ് എന്നറിഞ്ഞാലാണ് ബെസ്റ്റ് ഓപ്ഷൻ ഏതാണെന്നുള്ളത് എനിക്ക് സെലക്ട് ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇതിൽ E2 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പം ഞാൻ എൻ്റെ പേരിൽ ഒരു 1 crore ഇൻവെസ്റ്റ് ചെയ്തു. ലൈഫ് ലോങ് ഞാൻ എത്ര നാൾ ജീവിച്ചിരിക്കണോ അത്രയും നാൾ എനിക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് പെൻഷൻ കിട്ടും. പ്ലസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 1 crore എനിക്ക് 75ാമത്തെ വയസ്സിൽ റിട്ടേണും കിട്ടും. അതിനുശേഷം 75 വയസ്സ് കഴിഞ്ഞ് എത്ര വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിലും അത്രയും വർഷം, അതായത് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എനിക്ക് തിരിച്ചു തന്നതിന് ശേഷവും എനിക്ക് ലൈഫ് ലോങ് ഗ്യാരണ്ടീഡ് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അതിലെയാണ് എല്ലാ മോഡും പെൻഷൻ എത്രയാണെന്ന് ഞാൻ പറയുന്നത്. അതുപോലെ സിംഗിൾ ലൈഫിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാ ഓപ്ഷനിലും ഈ 1 crore ഇൻവെസ്റ്റ് ചെയ്താൽ എത്ര എമൗണ്ട് പെൻഷൻ വരുന്നുണ്ടെന്നും നമുക്ക് നോക്കാം. അതായത് 1 crore ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇയർലി ആണ് പെൻഷൻ ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന പെൻഷൻ എമൗണ്ട് 5,87,000 രൂപയാണ് ഇയർലി. അപ്പോൾ പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ 5.87%. ഇനി ഹാഫ് ഇയർലി ആണ്, 6 മാസം കൂടുമ്പോഴാണ് ഞാൻ പെൻഷൻ ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 2,87,600 രൂപ. ഇനി ക്വാർട്ടർലി ആണ് ഞാൻ പെൻഷൻ ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 1,42,348 രൂപ. ഇനി മന്ത്ലി ആണ് പെൻഷൻ ഒപ്റ്റ് ചെയ്യുന്നതെങ്കിൽ 46,960 രൂപ, അതായത് 50,000 രൂപയുടെ അടുത്ത് വന്നു. ഈ എമൗണ്ട് 50 വയസ്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ജീവിതകാലത്തോളം മുഴുവൻ എനിക്ക് ഈ എമൗണ്ട് കിട്ടിക്കൊണ്ടിരിക്കും. പ്ലസ് 75ാമത്തെ വയസ്സിൽ ഈ 1 crore എനിക്ക് തന്നെ തിരിച്ചു കിട്ടും. അതിനുശേഷം എത്ര നാൾ ഞാൻ ജീവിച്ചിരിക്കുന്നോ അത്രയും നാളും ഇയർലി ആണെങ്കിൽ ഈ 5,87,000 രൂപ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മളുടെ ഇപ്പോൾ ബാങ്കിൽ FD അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, അതിൻ്റെയൊക്കെ റിട്ടേൺ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ കൂടുതലായിരിക്കാം ചിലപ്പോൾ. പക്ഷേ അതിൻ്റെ ഒരു വ്യത്യാസം വരുന്നത്, ബാങ്കിലെ FD നമുക്കറിയാം, അതായത് മാക്സിമം ഒരു 3 വർഷത്തേക്കൊക്കെ ആയിരിക്കാം. ഡിപ്പെൻസ്, പല ബാങ്കുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ബാങ്കുകളിൽ മാക്സിമം 2 വർഷത്തേക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അതിനുശേഷം അതായത് അതിനേക്കാളും ടേം കൂടുമ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് താഴേക്കായിരിക്കും പോകുന്നത്. കാരണം ലോങ് ടേമിലേക്ക് ആർക്കും ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വലിയ റേറ്റ് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നില്ല. LIC ഈ ഗ്യാരണ്ടി ചെയ്യുന്ന റേറ്റ് ലൈഫ് ലോങ് ആണ്. ഇപ്പം നമ്മളുടെ പെൻഷൻ പ്ലാൻ ആദ്യം ഇപ്പോഴും ഉള്ളതാണ് ജീവനക്ഷയ് 7. ഈ ജീവനക്ഷയ് 1 നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12% അന്ന്. പക്ഷെ ബാങ്കിൽ 14% വരെ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് 14% ബാങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളപ്പോൾ നമ്മളുടെ ജീവനക്ഷയ് 1 ഇൻവെസ്റ്റ് ചെയ്തവർ ഇന്നും 12% വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് 14% ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തവർ ഇന്ന് അവർക്ക് ബാങ്കിൽ നിന്ന് കിട്ടുന്നത് 7 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 5, ഡിപ്പെൻസ്, പല ബാങ്കുകളെ അപേക്ഷിച്ച് അതാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് LICയിലെ ഒരു പെൻഷൻ പ്ലാനും ബാങ്ക് FDയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യം ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇൻട്രസ്റ്റ് കിട്ടിയാൽ മതി എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് FDനെ ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്കൊരു പെൻഷൻ പോലെ ലൈഫ് ലോങ് ആണ് കിട്ടേണ്ടത് എങ്കിൽ, ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള എമൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത്. അതിലും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യുകയും ചെയ്യാം. ഞാനിപ്പോൾ ഈ പറയുന്ന ഓപ്ഷനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് നമ്മൾക്ക് 75ാമത്തെ വയസ്സിൽ തിരിച്ചു കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു 75 വയസ്സിന് മുമ്പ് നമ്മൾക്കൊരു ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അത്രയും കാലം പെൻഷൻ കിട്ടി. അതിനുശേഷം ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് നമ്മുടെ നോമിനിക്ക് കിട്ടും. 75 വയസ്സിൽ നമ്മൾക്ക് ഈ എമൗണ്ട് കിട്ടിയതിന് ശേഷം നമുക്ക് ലൈഫ് ലോങ് പെൻഷൻ കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് ഇപ്പോൾ 75ാമത്തെ വയസ്സിൽ 1 crore എനിക്ക് തിരിച്ചു കിട്ടി. ഞാനൊരു 90 വയസ്സ് വരെ ജീവിച്ചു എന്ന് വിചാരിക്കാം.
90 വയസ്സ് വരെയും എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് അതേ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ 90 വയസ്സിൽ ഞാൻ മരിക്കുമ്പോൾ പിന്നീട് എൻ്റെ നോമിനിക്ക് വേറെ എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല. അതാണ് ഈ ഓപ്ഷനിൽ വരുന്നത്. ഇനി മറ്റ് ഓപ്ഷനുകളിൽ എത്രത്തോളമാണ് ഇതിൻ്റെ റിട്ടേൺ വരുന്നത് എന്ന് നോക്കാം. ഓപ്ഷൻ എ ആണെങ്കിൽ, അതായത് ജീവിതകാലം മുഴുവൻ പെൻഷൻ ഗ്യാരണ്ടി, അതിൽ നമ്മളുടെ കാലശേഷം റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. അതിൽ വരുന്ന പെൻഷൻ എമൗണ്ട് 7,57,000 രൂപ. അതായത് 1 crore ഇൻവെസ്റ്റ് ചെയ്താൽ 7,57,000 ഇയർലി ലൈഫ് ലോങ് ഗ്യാരണ്ടി. എന്ന് വരെ നമ്മൾ ജീവിച്ചിരിക്കുന്നോ അന്ന് വരെ ഈ എമൗണ്ട് ഗ്യാരണ്ടി. ഓപ്ഷൻ B1ലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഓപ്ഷൻ B1 എന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്ക് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് പെൻഷൻ കിട്ടും. 5 വർഷത്തിന് ശേഷം നമ്മൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ എത്ര നാൾ ജീവിച്ചിരിക്കണോ അത്രയും നാൾ പെൻഷൻ കിട്ടും. അതിനുശേഷം ഇട്ട എമൗണ്ട് നോമിനിക്കൊന്നും തിരിച്ചു കിട്ടുന്നില്ല. അതിലാണെങ്കിൽ ഇയർലി കിട്ടുന്ന പെൻഷൻ എമൗണ്ട് 7,56,000 രൂപ. ഇനി B2, B3, B4 എന്ന് പറഞ്ഞത്, ഇപ്പൊ B1 5 വർഷം ഗ്യാരണ്ടി പോലെ B2 10 വർഷം ഗ്യാരണ്ടി, B3 15 വർഷം ഗ്യാരണ്ടി, B4 20 വർഷം ഗ്യാരണ്ടി. ഇത്രയും വർഷം നമ്മൾ മരിച്ചാലും ജീവിച്ചാലും ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. അതിനുശേഷം ജീവിച്ചാൽ ഗ്യാരണ്ടി ആയിട്ട് ലൈഫ് ലോങ് കിട്ടും. അതിൽ വരുന്ന പെൻഷൻ റേറ്റ് B2 ആണെങ്കിൽ 7,51,000 രൂപ. ഇനി B3 ആണെങ്കിൽ 7,45,000 രൂപ. B4 ആണെങ്കിൽ 7,37,000 രൂപ. ഈ B1, B2, B3, B4 ലൈഫ് ലോങ് പെൻഷൻ ഗ്യാരണ്ടി ആണ്. അതുപോലെ ഇത്രയും വർഷത്തേക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന സമയത്തേക്ക് മരിച്ചാലും ജീവിച്ചാലും ഗ്യാരണ്ടിയാണ്. അതിനുശേഷം അതായത് നമ്മളുടെ കാലശേഷം നോമിനിക്ക് വേറെ എമൗണ്ട് ഒന്നും തിരിച്ചു കിട്ടുന്നില്ല. ഇനി ഓപ്ഷൻ C1, C2 ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, ഓപ്ഷൻ C1 എന്ന് പറയുന്നത് നമ്മൾക്ക് കിട്ടുന്ന പെൻഷൻ ഓരോ വർഷവും 3% വെച്ച് സിമ്പിൾ ഇൻട്രസ്റ്റിൽ കൂടിക്കൊണ്ടിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾക്ക് ഈ വർഷം കിട്ടുന്നത് 1000 രൂപയാണ് പെൻഷനെങ്കിൽ അടുത്ത വർഷം അത് 1030 രൂപയാവും, പിന്നത്തെ വർഷം അത് 1060 രൂപയാവും. അങ്ങനെ ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഈ 1 CR ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഓപ്ഷൻ C1 ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന പെൻഷൻ എമൗണ്ട് 5,81,000 രൂപയാണ് ആദ്യത്തെ വർഷം കിട്ടുന്ന എമൗണ്ട്. നെക്സ്റ്റ് ഇയർ വരുമ്പോൾ, അതായത് ഞാൻ പറഞ്ഞു ആദ്യത്തെ വർഷം കിട്ടുന്ന എമൗണ്ട് 5,81,000 രൂപയാണ്. നെക്സ്റ്റ് ഇയർ വരുമ്പോൾ 17,430 രൂപ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അങ്ങനെ ഓരോ വർഷവും ഈ 17,430 രൂപ ഓരോ വർഷവും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും പെൻഷൻ എമൗണ്ടിൽ. അപ്പോൾ നമ്മൾക്ക് ഓരോ വർഷം കഴിയും തോറും പെൻഷൻ കൂടി കൂടി കിട്ടും. അപ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനായിട്ടും നമുക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. പക്ഷേ ഇതിലും നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മൾക്ക് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ആഡ് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മളുടെ കാലശേഷം നോമിനിക്ക് ഇതിൽ നിന്ന് റിട്ടേൺ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ C1 നമ്മൾ എടുക്കുന്നത് എങ്കിൽ സെക്കൻഡ് ഇയർ വരുമ്പോൾ നമ്മളുടെ പെൻഷൻ 5,98,430 രൂപയാണ്. അപ്പോൾ ഈ ഓപ്ഷനൊക്കെ എടുക്കുന്നത് മിക്കവാറും ഇപ്പോൾ പാരൻസ് നാട്ടിലുണ്ടാവും. ചിലപ്പോൾ അവരെല്ലാം സെറ്റിൽഡ് ആയിരിക്കും. അവർക്ക് പാരൻസിൻ്റെ പൈസയുടെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ മിക്കവാറും കുട്ടികൾ സെറ്റിൽഡ് ആണെങ്കിൽ അവർ പറയും, നിങ്ങൾ ഇനി ഞങ്ങളുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിച്ചോ എന്നുള്ള രീതിയിൽ പറയുന്നവരുണ്ട്. കുട്ടികൾ സെറ്റിൽഡായി അവർക്ക് പാരൻസിൻ്റെ പൈസ ആവശ്യമില്ല. അങ്ങനെയുള്ളവർക്ക് കുട്ടികൾക്ക് ഇനിയൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവരുടെ എമൗണ്ടിന് അവർക്കൊരു കൂടുതൽ റിട്ടേൺ കിട്ടണം എന്നുള്ളവർക്ക് ഈ ഓപ്ഷൻ ബെസ്റ്റാണ്. കാരണം ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുകയും ചെയ്യാം. കൂടുതൽ നാൾ ജീവിച്ചിരിക്കും തോറും പെൻഷൻ എമൗണ്ട് കൂടി കൂടി കിട്ടും. ഇനി C2 വരുന്നതെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ, അതായത് ഇവിടെ 3% ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിൽ C2 വരുമ്പോൾ 6% ആണ് ഓരോ വർഷവും ഇൻക്രീസ് ചെയ്ത് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഇയർ കിട്ടുന്ന പെൻഷൻ എമൗണ്ട് 4,74,000 രൂപയാണ്. അത് ഓരോ വർഷവും അതിൻ്റെ കൂടെ 28,440 രൂപ ഓരോ വർഷവും ഈ പെൻഷൻ എമൗണ്ടിൻ്റെ കൂടെ കൂടി കൂടി കിട്ടിക്കൊണ്ടിരിക്കും. സെക്കൻഡ് ഇയർ നമ്മളുടെ പെൻഷൻ എമൗണ്ട് വരുന്നത് 5,02,440 രൂപയാണ്. മൂന്നാമത്തെ വർഷം പെൻഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 5,30,880 രൂപയാണ്. അപ്പം അങ്ങനെ ഓരോ വർഷവും ഇത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിലും നമ്മളുടെ കാലശേഷം നോമിനിക്ക് റിട്ടേൺ ഒന്നും വരുന്നില്ല. ഓപ്ഷൻ D ആണെങ്കിൽ, ഓപ്ഷൻ ഡിയിൽ വരുന്ന ഓപ്ഷൻ, ഇപ്പം നമ്മളൊരു 1 crore ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും.
ഇനി നമ്മൾക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേലും കുറച്ച് മാത്രം നമുക്ക് കിട്ടിയതിന് ശേഷമാണ് ഒരു ഡെത്ത് സംഭവിക്കുന്നത് എങ്കിൽ, അതായത് ഇപ്പം ഞാനൊരു 1 crore ഇൻവെസ്റ്റ് ചെയ്തു, ഞാനൊരു 10 വർഷമാണ് പെൻഷൻ വാങ്ങിച്ചുള്ളൂ. അപ്പം ഞാനൊരു 50 ലക്ഷമാണ് ഞാൻ പെൻഷൻ വാങ്ങിച്ചുള്ളൂ എന്ന് ഊഹിക്കുക. അതല്ല, കറക്റ്റ് അതല്ല. അപ്പം 1 കോടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തതിൽ 50 ലക്ഷമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ബാലൻസ് അവിടെ ഒരു 50 ലക്ഷമുണ്ട്. അപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എൻ്റെ ഈ ബാലൻസ് 50 ലക്ഷം എൻ്റെ നോമിനിക്ക് കിട്ടും. ഇനി അതല്ല, ഞാനിപ്പോൾ ഒരു കോടി ഇൻവെസ്റ്റ് ചെയ്തു, ഞാനൊരു 10 വർഷം ഞാൻ പെൻഷൻ വാങ്ങിച്ചു, അപ്പം എൻ്റെ 1 കോടി കഴിഞ്ഞു. അത് കഴിഞ്ഞാലും എത്ര നാൾ ഞാൻ ജീവിച്ചിരിക്കണോ അത്രയും നാളും ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് ഈ റേറ്റിൽ തന്നെ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഈ ഓപ്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലർ വിചാരിക്കും ഞാനിപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ഞാനൊരു 2 മാസം, നമുക്കറിയാൻ പറ്റില്ല നമ്മുടെ ലൈഫിൽ എത്രത്തോളം ഇതുണ്ടെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല. അപ്പം ഇത്രയും നാളെ ഞാൻ ജീവിച്ചിരുന്നുള്ളൂ എങ്കിൽ ഇത്രയല്ലേ എനിക്ക് കിട്ടുന്നുള്ളൂ, ബാലൻസ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് അത് LICക്ക് ആയിട്ട് പോവുമല്ല, എൻ്റെ സർവൈവേഴ്സിനൊന്നും കിട്ടുന്നില്ലല്ലോ. അങ്ങനെയുള്ളവർക്ക് ഈ ഓപ്ഷൻ എടുക്കാം. അപ്പം ഈ ഓപ്ഷനിൽ റേറ്റ് കൂടുതലുണ്ട്, നമ്മുടെ ലൈഫ് ലോങ് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കിട്ടുന്നുമുണ്ട്. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഉടനെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനേലും കുറച്ച് പെൻഷൻ വാങ്ങിച്ചിട്ട് നമ്മൾക്കൊരു ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ബാലൻസ് എമൗണ്ട് നോമിനിക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഓപ്ഷൻ ഡിയിലാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന പെൻഷൻ എമൗണ്ട് 7,44,000 രൂപ. അതായത് ഇപ്പം 7.44% ഗ്യാരണ്ടി ആയിട്ട് ലൈഫ് ലോങ് നമുക്ക് റിട്ടേണും കിട്ടുന്നുണ്ട്. നമുക്കൊരു എർലി ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ബാലൻസ് എമൗണ്ട് നമ്മുടെ നോമിനിക്ക് കിട്ടുന്നുണ്ട്. അതല്ല, നമ്മളിപ്പോൾ 1 കോടി ഇൻവെസ്റ്റ് ചെയ്തു, 1 കോടി വരെ നമ്മൾ പെൻഷൻ വാങ്ങിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ടും നമ്മൾ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കണോ, അപ്പോൾ ലൈഫ് ലോങ് നമുക്ക് ഗ്യാരണ്ടിയാണ്, പക്ഷെ അതിനുശേഷം നമ്മുടെ നോമിനിക്ക് എമൗണ്ട് ഒന്നും റിട്ടേൺ വരുന്നില്ല. അടുത്തത് വരുന്നത് ഓപ്ഷൻ E1 വരുന്നത്, നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് ലൈഫ് ലോങ് പെൻഷൻ ഗ്യാരണ്ടി ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. പ്ലസ് നമ്മളുടെ 75ാമത്തെ വയസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ പകുതി, അതായത് ഇപ്പോൾ 1 crore ആണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് എങ്കിൽ 50 ലക്ഷം എനിക്ക് 75ാമത്തെ വയസ്സിൽ തിരിച്ചു കിട്ടും. അതിനുശേഷം ലൈഫ് ലോങ് എനിക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കും. പ്ലസ് എനിക്ക് എന്ന് ഒരു ഡെത്ത് സംഭവിക്കുന്നോ അന്ന് എൻ്റെ നോമിനിക്ക് ബാലൻസ് 50 lakh വീണ്ടും കിട്ടും. അതാണ് ഓപ്ഷൻ E1 വരുന്നത്. E1ലും E2ലും ജോയിൻ ചെയ്യാവുന്ന മാക്സിമം ഏജ് വരുന്നത് 65 വയസ്സാണ്. 65 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് E1 അല്ലെങ്കിൽ E2 ഓപ്ഷനിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി E2 ഓപ്ഷൻ ഞാൻ തുടക്കത്തിലേ നേരത്തെ പറഞ്ഞതാണ്. അടുത്തത് E3 ഓപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾക്ക് ലൈഫ് ലോങ് ഗ്യാരണ്ടീഡ് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പ്ലസ് നമ്മളുടെ 80ാമത്തെ വയസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ പകുതി എമൗണ്ട്, അതായത് 1 crore ഇൻവെസ്റ്റ് ചെയ്താൽ 50 ലക്ഷം 80ാമത്തെ വയസ്സിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാലും ലൈഫ് ലോങ് പെൻഷൻ, പ്ലസ് നമ്മൾക്ക് എന്ന് ഒരു റിസ്ക് സംഭവിക്കുന്നോ അന്ന് നമ്മുടെ നോമിനിക്ക് ബാലൻസ് 50 lakhs. അതിലാണ് E3യിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പെൻഷൻ എമൗണ്ട് 6,31,000 രൂപ. ഇനി E4 ആണ് വരുന്നത് എങ്കിൽ ആ ഓപ്ഷൻ വരുന്നത്, നമ്മൾക്ക് ലൈഫ് ലോങ് പെൻഷൻ പ്ലസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, ഫുൾ എമൗണ്ട് നമ്മൾക്ക് 80ാമത്തെ വയസ്സിൽ തിരിച്ചു കിട്ടുന്നു. അതിനുശേഷം ലൈഫ് ലോങ് പെൻഷൻ കിട്ടുന്നു. ഈ 80 വയസ്സിൽ നമ്മൾ ഈ എമൗണ്ട് വാങ്ങിച്ചതിന് ശേഷമാണ് നമുക്കൊരു ഡെത്ത് സംഭവിക്കുന്നതെങ്കിൽ പിന്നീട് നോമിനിക്ക് റിട്ടേൺ ഒന്നുമില്ല. അപ്പോൾ E4ലാണെങ്കിൽ നമുക്ക് വരുന്ന പെൻഷൻ എമൗണ്ട് 6,16,000 രൂപ. ഓപ്ഷൻ E5ൽ നമ്മൾക്ക് ജീവിതകാലം മുഴുവൻ നമുക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. പ്ലസ് നമ്മളുടെ 76ാമത്തെ വയസ്സ് മുതൽ 95ാമത്തെ വയസ്സ് വരെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ ഒരു 5% അഡീഷണൽ നമ്മളുടെ പെൻഷന്റെ കൂടെ, പെൻഷൻ പ്ലസ് ആ ഒരു 5% കൂടി നമുക്ക് ഓരോ വർഷവും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് ഈ 5% വെച്ച് എത്ര എമൗണ്ട് ആണോ നമുക്ക് കിട്ടിക്കഴിഞ്ഞത്, അപ്പോൾ നമ്മളുടെ ഡെത്ത് വരുന്നത് ഇപ്പോൾ 5% വെച്ച് നമ്മളൊരു 10 വർഷം വാങ്ങിച്ചു, അപ്പം നമുക്ക് 50%, അതായത് 50 ലക്ഷം പെൻഷൻ കൂടാതെ നമ്മൾക്ക് അത്രയും വർഷങ്ങളിൽ കിട്ടിക്കഴിഞ്ഞു. പിന്നീട് എനിക്കൊരു ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ബാലൻസ് 50 ലക്ഷം എൻ്റെ നോമിനിക്ക് കിട്ടും. നമ്മൾക്ക് കിട്ടുന്ന പെൻഷൻ എമൗണ്ട് 6,29,000 രൂപ. ഇനി അടുത്ത ഓപ്ഷനാണ് വരുന്നത് ഓപ്ഷൻ F. അതിൽ നമ്മളൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ലൈഫ് ലോങ് നമ്മൾക്ക് പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ആഫ്റ്റർ ഡെത്ത് നമ്മളുടെ നോമിനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടുന്നു.
ഓപ്ഷൻ എഫ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഇയർലി പെൻഷൻ 6,46,000 രൂപ. അപ്പം ഇത്രയും ഓപ്ഷൻസും ഇത്രയും റേറ്റും ആണ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇപ്പം ഇത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഓരോ ഓപ്ഷനിലും എത്ര കിട്ടും, അല്ലെങ്കിൽ ഇത്രയും പെൻഷൻ കിട്ടണമെങ്കിൽ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ഏജന്റ് ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. വിളിച്ചാൽ എന്നെ കിട്ടാനായിട്ട് ചാൻസ് തീരെ കുറവാണ്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക, ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ ചെയ്തോളാം. എൻ്റെ വാട്സപ്പ് നമ്പർ 9526874469. അപ്പോൾ ഇന്ന് ഞാൻ സിംഗിൾ ലൈഫിൻ്റെ എല്ലാ ഓപ്ഷൻസും ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഓപ്ഷനും കൂടി വരുന്നുണ്ട്, ജോയിൻറ്റ് ലൈഫ്. ജോയിൻറ്റ് ലൈഫിൻ്റെ പ്രീമിയവും പെൻഷൻ റേറ്റും അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. അത് കിട്ടുന്നതനുസരിച്ച് അതും എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഇതുപോലെ പെൻഷൻ ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.